നമസ്കാരം, ആത്മ ന്യൂസിലേക്ക് സ്വാഗതം. CPI സമ്മേളനം ഇന്ന് തുടങ്ങുന്നു. നേതാക്കൾ രണ്ടു തട്ടിൽ. പോലീസ് ഭരണത്തിൽ എതിർപ്പുമായി നേതാക്കൾ. ഒന്നും മിണ്ടരുതെന്ന് സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നായ CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിച്ചു. പാർട്ടിയുടെ 25ാം കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. പതിവിന് വിപരീതമായി CPI എന്ന പാർട്ടിയിൽ വലിയ അപസ്വരങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും ചില നേതാക്കൾക്കും പാർട്ടിയുടെ മന്ത്രിമാർക്കുമെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ജില്ലാ നേതാക്കൾ ഉയർത്തിയത്. വലിയ അഭിമാനത്തോടുകൂടി ജനങ്ങളോട് പറഞ്ഞിരുന്ന തുടർഭരണം എന്ന നേട്ടത്തിന്റെ എല്ലാ മഹത്വവും രണ്ടാം പിണറായി സർക്കാർ കളഞ്ഞു കുളിച്ചു എന്ന വിലയിരുത്തലാണ് നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിക്കാരപരമായ നിലപാടുകൾ സർക്കാരിനും സർക്കാരിൽ പങ്കാളിത്തമുള്ള പാർട്ടിക്കും നാണക്കേട് ഉണ്ടാക്കി എന്നതും ഉയർന്ന വിമർശനമാണ്. CPIയുടെ 4 മന്ത്രിമാർ ഇടതുമുന്നണി സർക്കാരിലുണ്ട്. ഇവരിൽ ഒരു മന്ത്രിയുടെ പ്രവർത്തനമൊഴികെ മറ്റു 3 മന്ത്രിമാരും കഴിവുകെട്ടവരായി പോയി എന്ന പരാതിയും നേതാക്കൾക്കുണ്ട്. മാത്രവുമല്ല, പാർട്ടിയുടെ മന്ത്രിമാർ സ്വന്തം തീരുമാനങ്ങളും നിലപാടുകളുമായി പ്രവർത്തിച്ചു പോവുകയാണെന്നും പാർട്ടിയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ പോലും പാർട്ടി സംവിധാനത്തിന് ഒരു ഇടപെടലും നടത്തുവാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ. പാർട്ടി യോഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വലിയ ആദർശവും വിവാദവും പറയുന്ന പാർട്ടി സെക്രട്ടറി ഇടതുമുന്നണി യോഗത്തിന് എത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായതെന്നാണ് ഒരു കൂട്ടം നേതാക്കളുടെ ആക്ഷേപം. സമ്മേളനം നടക്കുന്ന അവസരത്തിൽ കേരളത്തിൽ കത്തി നിൽക്കുന്ന പൊതുവിഷയം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളും അന്യായമായ അറസ്റ്റുകളും ക്രൂരമായ പോലീസ് പീഡനങ്ങളും സംബന്ധിച്ചുള്ള വാർത്തകളും മറ്റുമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാക്കാത്ത നാണം കെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ജനദ്രോഹമാണ് പോലീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPI എന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദി പോലീസ് മർദ്ദന വിഷയത്തിൽ തിളച്ചു മറിയുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ എന്തും സഹിച്ച മുന്നണിയിൽ തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പാർട്ടിയുടെ മുതിർന്ന ഒരു പറ്റം നേതാക്കൾ അഭിപ്രായം പറയുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ മരണശേഷമാണ് ബിനോയ് വിശ്വം സെക്രട്ടറി പദവിയിൽ എത്തിയത്. എന്നാൽ അതിനുശേഷം കേരളത്തിലെ CPIക്ക് അകത്ത് ഒരിക്കലും ഉണ്ടാവാത്ത ആഭ്യന്തര കലഹങ്ങൾ തുടരുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ മുഖവിലക്കെടുക്കാതെ വലിയ ആദർശ പ്രസംഗങ്ങൾ മാത്രം നടത്തുന്ന ജനകീയനല്ലാത്ത പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് ബിനോയ് വിശ്വം അറിയപ്പെടുന്നത്. മാത്രവുമല്ല, CPI എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ മുന്നിലുണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയായ KE ഇസ്മയിലിനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് വലിയ വിഷയമായി മാറിയിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഈ തീരുമാനത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നതുമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നു വരുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഇസ്മയിലിനെ ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ല. പാർട്ടിയുടെ ഉള്ളിൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്മയിലിന്റെ മേൽ കടുത്ത നടപടി എടുത്തതിനെ തുടർന്നായിരുന്നു. പാർട്ടിയുടെ സീനിയറായ നേതാക്കൾ സെക്രട്ടറിയുടെ നടപടി ശരിയല്ല എന്ന അഭിപ്രായക്കാരും ആയിരുന്നു. CPIയുടെ ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ ശക്തമായ നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. സെക്രട്ടറിയുടെ നിലപാടുകളും മുന്നണിയിലെ കീഴടങ്ങലുകളും പാർട്ടിക്ക് കേരളത്തിൽ ബലക്ഷയം ഉണ്ടാക്കിയെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന വലിയേട്ടൻ പാർട്ടിയുടെ ധിക്കാരപരമായ നിലപാടുകളിൽ വശം കെട്ട അവസ്ഥയിലാണ്. CPI നിൽക്കുന്ന പാർട്ടി സ്വാധീനമുള്ള ജില്ലകളിൽ പോലും ഇടതുമുന്നണി യോഗങ്ങളിൽ ഒരു പ്രാധാന്യവും നൽകുന്നില്ല എന്ന വിമർശനം നേരത്തെ മുതൽ ഉള്ളതാണ്. ഈ വിഷയവും ആലപ്പുഴ സമ്മേളനത്തിൽ ഉയർന്നു വരും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം നടക്കുമ്പോൾ രണ്ടാമത്തെ വലിയ പാർട്ടി എന്ന പരിഗണനയിൽ
അർഹമായ സീറ്റുകൾ നേടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുമോ എന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഏത് വിഷയം ഉയർന്നു വരുമ്പോഴും മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും മുന്നിൽ നാവനക്കാതെ കീഴടങ്ങുന്ന ബിനോയ് വിശ്വം ശൈലി പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. CPIയുടെ 3 ദിവസം നീളുന്ന സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ പാർട്ടി സമ്മേളന വേദിയിൽ സംഘടനാപരമായ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മാറ്റി മറ്റൊരു നേതാവിനെ സെക്രട്ടറി ആകുക എന്ന ലക്ഷ്യവുമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിച്ചാൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെങ്കിലും ബിനോയ് വിശ്വത്തെ എതിർക്കുന്ന ജില്ലാ നേതൃത്വമുണ്ട്. ഈ ജില്ലാ നേതൃത്വം എതിർപ്പുമായി നിലയുറപ്പിച്ചാൽ മുതിർന്ന സംസ്ഥാന നേതാക്കൾക്കൊപ്പം ചേരുന്ന സാഹചര്യമുണ്ടായാൽ ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറി പദവിയിൽ തുടരാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. നന്ദി, നമസ്കാരം.